ഒരുവിധം മുതിർന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാം, അവരുടെ ബാല്യകാലത്ത് ഓണം എന്നതൊരു അനുഭവമായിരുന്നു. ഇന്നിപ്പോൾ ഒരു അനുസ്മരണമാണ്. നാട് വിട്ട് വിദേശത്തൊക്കെ വന്നപ്പോൾ ഇതുമാതിരിയുള്ള ആഘോഷങ്ങൾ അതൊരു അത്ഭുതം തോന്നിയില്ല. കാരണം നമ്മൾ വേറൊരു നാട്ടിലാണ് ഈ 4 കുട്ടികളായിട്ട് ഓണം വന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ യാദൃശ്യമായി കേരളം സന്ദർശിക്കാനിടയായാണ്. അപ്പോൾ അവിടെ കണ്ട ഓണാഘോഷങ്ങളാണ് എന്നെ സർപ്രൈസ് ചെയ്ത് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പറയാനായിട്ടിടയായത്. കഴിഞ്ഞ ആഴ്ച സ്കൂളുകളൊക്കെ അടങ്ങിയാണ് ഓണാവധിക്ക്. എല്ലാ സ്കൂളിലെയും അവസാനത്തെ ദിവസം പിള്ളേർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഓണാഘോഷമാണ്, സ്കൂളിൽ ഓണാഘോഷം. അതിന് മുഖ്യാതിഥിയും പെയ്ഡ് കലാകാരന്മാർ വന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികളുമാണ് ഓണം. പുറത്തൊരു ഓണമില്ല. സോഷ്യൽ ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് ഇവയൊക്കെ അവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഒരു ഓണപരിപാടിയിൽ പങ്കെടുക്കാനിവിടെയായി. അവിടെ ഇത് തന്നെ ചീഫ് ഗസ്റ്റ് വരുന്നു, മെസ്സേജ് കൊടുക്കുന്നു, പഴയ കഥകളൊക്കെ പറയുന്നു. പ്രൊഫഷണൽ എൻ്റർടൈനേഴ്സ് ആ പരിപാടിയിൽ വന്നിരുന്നത് നമ്മുടെ തട്ടി മുക്കി എന്ന് പറഞ്ഞ സിനിമ ടി വിയിൽ കാണുന്ന പരിപാടിയുണ്ടല്ലോ. മഞ്ജു പിള്ള, KPSC ലളിത, ആ ടീം വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണാഘോഷം, ആഘോഷത്തിൻ്റെ പരിണാമം നമ്മുടെ കണ്ണിൽ മുമ്പിൽ സംഭവിക്കുന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓണത്തിന് പുതിയൊരു നിർവചനം കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നത് മാവേലിയുടെ ഭരണത്തെ ഓർക്കാനാണെങ്കിൽ, ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പഴയ കാലത്ത് കേരളത്തിൽ നടന്നിരുന്ന ഓണാഘോഷത്തെ ഒന്ന് അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും ആഘോഷങ്ങളുടെ പരിണതി ഇങ്ങനെ സംഭവിക്കുമ്പോഴും ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്ന നൊസ്റ്റാൾജിയ, ആ ഗ്രഹാതുരത്വം നമുക്ക് പ്രധാനമാണ്. അത് ആസ്വാദ്യകരമാണ്. അതിനുവേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളോട് ഓണ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തി നമ്മളിൽ തന്നെ ഒരാളാണ്. അദ്ദേഹം ഒരു അതിഥി എന്ന് കണക്കാക്കേണ്ടതില്ല. വേദികളിൽ തന്നെ താമസിക്കുന്നു. ഇവിടെയുള്ളത് പലർക്കും സുപരിചിതനും സുഹൃത്തുമാണ് മിസ്റ്റർ ബിനോയ് തോമസ്. ബിനോയ് തോമസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ കടക്കുമ്പോൾ ബഹുവിധ മേഖലകളിൽ ഒരേ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അമേരിക്കൻ സമൂഹത്തിലും അമേരിക്കൻ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലും യാതൊരു വൈരുദ്ധ്യവും കൂടാതെ ഇടപെടുകയും സന്തോഷത്തോടുകൂടി ഇടപെടുകയും അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പ്രവർത്തനവും കാഴ്ചവെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വാഷിംഗ്ടണിലുള്ള ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യൻ അമേരിക്കൻ, അതായത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് എടുക്കേണ്ടുന്ന നിലപാടുകളെ സംബന്ധിച്ച് കൂടുന്ന മീറ്റിങ്ങുകളിൽ നിത്യമായി ക്ഷണിതാവായി ബിനോയ് തോമസ് പങ്കെടുക്കാറുണ്ട്. ഒരു ബിരുദത്തോടുകൂടി നല്ല അഭിമാനകരമായ ഒരു കരിയർ ഇതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മളെ ഒപ്പം പോലെ കൊണ്ടു നടക്കുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഈ വൈദഗ്ധ്യം, ഇദ്ദേഹത്തിന്റെ ഈ നൈപുണ്യം, ഇദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി മേരിലാൻഡ് സ്റ്റേറ്റ് ഗവർണർ മിസ്റ്റർ മാർട്ടിൻ ഒമാനി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ഭരണസമിതിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി, അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. ഒരു കമ്മീഷണറായി, കമ്മീഷൻ ഓഫ് എൻവയൺമെന്റൽ ഹെൽത്ത് ആൻഡ് എൻവയൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി. ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ബിനോയ് തന്നെ ഇവിടെ വിശദീകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ കണ്ണുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ മോൺഗോമറി കൗണ്ടി എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണസമിതിയും ബിനോയ് തോമസിനെ 3 വർഷം വീതമുള്ള 6 വർഷം കഴിഞ്ഞ് 6 വർഷം അദ്ദേഹത്തിന്റെ ഭരണസമിതിയെ കൗണ്ടി സിറ്റിസൺ അഡ്വൈസറി ബോർഡ് അദ്ദേഹം 6 വർഷം പ്രശംസാർഹമായി സേവനം. ഇതോടൊപ്പം തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പോളിസി മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ് മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അദ്ദേഹം സ്ഥിരമായി
ഒരു ക്ഷണിതാവാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും പരിചയവും പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായ ഒരു പുതിയ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ഗവൺമെൻറ്റുമായിട്ട് ഒത്തുചേർന്ന് അമേരിക്കൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന പോളിസി മേക്കിംഗ് തീരുമാനങ്ങളിൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ നിർദ്ദേശങ്ങൾ വളരെ ഫലപ്പെട്ടതാണ്. അതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ചില വ്യക്തികളിൽ ഒരാളാണ് ബിനോയ് തോമസ് എന്ന് പറയുമ്പോൾ, ബിനോയ്ക്ക് ആ കാര്യത്തിൽ നൽകാനുള്ള ഇൻപുട്ട് എത്ര വിലമതിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെ നമുക്ക് ഏകദേശമായിട്ട് വിലയിരുത്തുകയും ചെയ്യാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെൻറ്റും ന്യൂക്ലിയർ ട്രീറ്റി സൈൻ ചെയ്യുകയുണ്ടായി. ആ ന്യൂക്ലിയർ ട്രീറ്റി അത് 2 വർഷത്തോളം എടുത്തു ഈ 2 ഗവൺമെൻറ്റുകൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് പ്രാവർത്തികമാക്കുന്നത്. അതിൻ്റെ നെഗോഷിയേഷനിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ബിനോയ് തോമസ്. ഇത് ഈ അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രവർത്തനങ്ങളിൽ ബിനോയുടെ കോൺട്രിബ്യൂഷൻ ഈ വിധത്തിലാണെങ്കിൽ ബിനോയ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം ഈ മാസം അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഞാൻ കൃത്യമായ കണക്കുകൾ അറിയില്ലെങ്കിലും ഒരാഴ്ച മുമ്പെങ്ങാണ്ട് ഞാൻ വായിച്ചതനുസരിച്ച് മനസ്സിലാക്കിയത് 80,000-ലധികം ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്വീകരണമാണ് പ്ലാൻ ചെയ്യുന്നത്. $1.5 മില്യൺ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. ആ തുകയൊക്കെ ഇപ്പോൾ ആ നമ്പേഴ്സ് ഇപ്പോൾ വളരെ വലുതായി മാറി കാണും. ആ ഒരു സ്വീകരണ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ ബിനോയ് ഒരു അംഗമാണ്. ബിനോയുടെ ആ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനങ്ങനെ പറഞ്ഞത്. ബിനോയ് കുറേ നാൾ മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 35ഓളം ഇന്ത്യൻ ഗ്രൂപ്പുകളുടെ ഫെഡറേഷനാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫെഡറേഷൻ. അതിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ അംബാസഡർ പോലും പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളാണ് അവിടെ ബിനോയ് സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരാളാണ്. ഈ ദീർഘനാളായിട്ട് ഇന്ത്യൻ എംബസിയുടെ അമേരിക്കയിലെ ഇന്ത്യൻ യൂണിറ്റിയും തമ്മിലുള്ള ലിങ്ക്, അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ എംബസിയും തമ്മിൽ കമ്മ്യൂണിറ്റി അപ്രോച്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഇന്ത്യൻ എംബസിക്ക് വാഷിംഗ്ടൺ ഏരിയയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അപ്രോച്ച് ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഡയൽ ചെയ്യുന്ന ഒരു നമ്പർ ബിനോയ് തോമസിൻ്റെ നമ്പറാണ്. ഏതാനും വർഷം മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ബാങ്കറ്റ് ബിനോയ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ധാരാളം സെനറ്റർമാരും കോൺഗ്രസ്മാരും പങ്കെടുക്കുകയും അതിലൂടെ ഇൻഡോ US ബന്ധം വളരെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്തിരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റിയിൽ ബിനോയ് തോമസ് എന്നും ഒരു സജീവ സാന്നിധ്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഏറ്റവും അവസാനത്തെ ഒരൊറ്റ ടൈറ്റിൽ മാത്രം ഞാൻ പറഞ്ഞ ഭാഗത്തുനിന്ന് ഞാനങ്ങ് നിർത്തിയേക്കാം. ഈ കഴിഞ്ഞ 2 വർഷം ഫോമ എന്ന് പറയുന്ന മലയാളി സംഘടനകളുടെ ദേശീയ ഫെഡറേഷനായ ഫോമയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹം സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു. ഫോമയുടെ പ്രവർത്തനത്തിൽ യാതൊരുവിധ പരാതിയുമില്ലാത്ത ഒരു 2 വർഷത്തെ പ്രവർത്തനമായിരുന്നു. ഷിപ്പിംഗ് ഒരു കപ്പലിൽ, ഒരു ക്രൂസ് കപ്പലിൽ ഒരാഴ്ചത്തെ കൺവെൻഷൻ നടത്തി ഞാനും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. വളരെ പ്രശംസീയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ പറ്റി ഞാൻ പറഞ്ഞു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ട് ക്ലിനിക്കൽ ലൈസൻസോടുകൂടി അദ്ദേഹം DC ഗവൺമെൻറ്റിൽ ഈ സമീപകാലം വരെ ഗവൺമെൻറ്റിലെ സൂപ്പർവൈസറി ലെവലിൽ ജോലി ചെയ്തിട്ടും ആ ഗവൺമെൻറ് ജോലി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് മേരിലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പല ബഹുമതികളും കിട്ടിയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയിൽ കിട്ടിയിട്ടുള്ള ബഹുമതികളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആരെയും ദൂഷിപ്പിക്കാത്ത ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം. ഞാനീ പറഞ്ഞ തരത്തിലുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം ഒരു കാരണവശാലും ഒരു വ്യക്തിപരമായ ഒരു കാര്യം സാധ്യതയ്ക്ക് വേണ്ടിയിട്ടോ കുറുക്കു വഴിയിലൂടെ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു സൗന്ദര്യമായിട്ട് അദ്ദേഹം ഒരിക്കലും കാണാറുണ്ട്. അത് വളരെ അഡ്വൈസബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നത് ഒരിക്കലും നമ്മളുടെ കാര്യം വഴിവിട്ട വഴിയെ കൂടെ സാധിച്ചെടുക്കാനാണെന്ന് നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാൻ പാടില്ല.
ബിനോയ് ആ കാര്യത്തിൽ കാണിക്കുന്ന അച്ചടക്കം വളരെ പ്രശംസനീയമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഒരു സാമൂഹിക നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ചടക്കം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അച്ചടക്കവും പ്രശംസാർഹം തന്നെയാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇത്ര മിതഭാഷയിൽ സംസാരിക്കുകയും ഇത്ര വിനയത്തോടുകൂടി ആളുകളെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഈ സുഹൃത്തിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പ്ലീസ് വെൽക്കം കമ്മീഷണർ ബിനോയ് തോമസ്. തീർച്ചയായും ഞാൻ അറിയിക്കുന്നതിലും വലിയൊരു ഇൻട്രഡക്ഷന് എനിക്ക് നൽകിയ ജോസൂട്ടിക്ക് ആദ്യമായി നന്ദി പറയുന്നു. കരുയുടെ പ്രസിഡന്റ് ശ്രീ രാജൻ മത്തായി 2014 ഭാരത സർക്കാർ ഒരു പ്രവാസി മലയാളിക്ക് നൽകുന്ന ഏറ്റവും പരമോന്നത അവാർഡായ പ്രവാസി ഭാരതീയ സമ്മാനിച്ചത് ഡോക്ടർ പാർത്ത പുകഴ. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ശ്രീ MC മേനോൻ, സദസ്സിലുള്ള പ്രമുഖ വ്യക്തികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു. ആർഷഭാരതത്തിലെ ഉത്സവങ്ങളും അവിടെ നടക്കുന്ന ആഘോഷങ്ങളെല്ലാം പൗരാണികമായ ഏതെങ്കിലും ഒരു കഥയുമായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐതിഹ്യമായോ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഹിന്ദു മതത്തിൻ്റെ ആവിർഭാവം കൊണ്ടായിരിക്കാം ഇന്ത്യയിലെയും ഭാരതത്തിലെയും കേരളത്തിലെയും ഒട്ടുമിക്ക ഉത്സവങ്ങളും ആഘോഷങ്ങളും മഹാഭാരതമായോ രാമായണമാക്കിയായി ബന്ധപ്പെട്ടതാണ്. പണ്ട് വളരെ നീതിമാനായ മഹാബലി എന്നൊരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് മാനവരെല്ലാം ഒരുപോലെയായിരുന്നെന്നും എല്ലായിടത്തും നീതിയും എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ആയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ മഹാബലിയുടെ കാലം ആ ഭരണം കണ്ട് അസൂയപ്പെട്ട വിഷ്ണുവിൻ്റെ 5ാം അവതാരമായ വാമനൻ മഹാബലിയോട് തനിക്ക് രാജ്യത്ത് കാലുവയ്ക്കാൻ 3 അടി മണ്ണ് ചോദിക്കുകയും അതിന് മഹാബലി ഓക്കെ പറയുകയും ചെയ്തപ്പോൾ തൻ്റെ ആദ്യ അടി കൊണ്ട് സ്വർഗവും 2ാമത്തെ അടി കൊണ്ട് ഭൂമിയും വളർന്നു കഴിഞ്ഞപ്പോൾ 3ാമത് അടിയില്ലാന്ന് കണ്ടപ്പോൾ വാമനൻ്റെ മുമ്പിൽ തലകുനിച്ച മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും അദ്ദേഹത്തിന് എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ വരാമെന്ന് ഒരു അനുഗ്രഹം നൽകിയുമെന്നുള്ള ഒരു ഐതിഹ്യമാണ് ഓണത്തിൻ്റെ പുറകിലുള്ളത്. ഈ ഐതിഹ്യത്തിൽ എന്തെല്ലാം സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഐതിഹ്യം നമ്മൾക്ക് നൽകുന്ന സന്ദേശം മാലോകരെല്ലാവരും ഒരുപോലെ, എല്ലായിടത്തും സമാധാനം, എല്ലാവർക്കും സന്തോഷം, അത് ഒരു വലിയൊരു സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ താമസിക്കുന്ന മലയാളികളെയും കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മലയാളികളെയും കേരളത്തിൽ നിന്ന് പശ്ചിമഘട്ടം കടന്ന് വിവിധ രാജ്യങ്ങളിൽ കുടിയേറിയ ലക്ഷക്കണക്കിന് മലയാളികളെയും ഒരുമയോടുകൂടി ഒന്നിപ്പിക്കുന്ന ഒരു ചരടിൻ്റെ ഒരു ഇഴയാണ് ഓണം. വളരെ മനോഹരമായ ഒരു ഇഴ. എനിക്ക് തോന്നുന്നു ആ ഒരുമ, ആ മലയാളിയുടെ എല്ലാ മലയാളികളെയും ഒരു ചരടിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്നിപ്പിക്കുന്ന ആ ഒരുമ, അതുതന്നെയാണ് ഓണത്തിൻ്റെ പെരുമയും. നമ്മളിന്ന് നിൽക്കുന്ന ഈ ബാൾട്ടിമോർ, ഇവിടെ നിന്ന് ഇത് അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖ പട്ടണങ്ങളിലൊന്നാണ്. ഇവിടെ നിന്ന് ആകാശം വഴി നമ്മളൊരു 7500 മൈൽ 7 കടലുകൾ കപ്പലിലും കിടന്നാൽ എത്തിച്ചേരുന്ന കേരളം എന്ന കൊച്ചു സംസ്ഥാനം. ഇവിടെ നമ്മളിന്ന് ഈ ബാൾട്ടിമോറിൽ സെപ്റ്റംബർ 6-ാം തീയതി വൈകിട്ടുമാണ് ഓണം ആഘോഷിക്കുന്നത്. ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സെപ്റ്റംബർ 7-ന് ആ കേരളത്തിൽ ഓണം ആരംഭിക്കുകയും പഞ്ഞക്കർക്കിടകം നമ്മൾ വിളിക്കുന്ന കർക്കിടക മാസത്തിലെ മഴയും വെള്ളപ്പൊക്കവും ദുരിതവും രോഗവും എല്ലാം കഴിഞ്ഞ് വസന്തവുമായി വന്നെത്തുന്ന ചിങ്ങം കന്നി മാസങ്ങൾ, അതുകൊണ്ടിരുന്ന വസന്തവും ആ പച്ചപ്പും വിളവെടുപ്പും, അങ്ങനെ ഓണ വള്ളംകളിയുടെ ആരവവും ഓണപ്പാട്ടുകളുടെ താളവും ഓണക്കാളികളുടെ മേളവും
പൂക്കളുടെ നിറവുമാക്കിയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാട്ടിലുള്ള കേരളത്തിലുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാരെ മഹാബലിയെ വരവേൽക്കുകയും ഓണം ആഘോഷിക്കുകയും ചെയ്തു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഓണം അല്ലെങ്കിൽ ആ ഐതിഹ്യം അതൊരു സ്വപ്നമാണ്, അതൊരു ഡ്രീമാണ്. നമ്മൾ മാനവ ചരിത്രത്തിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡ്രീമാണ് ഒരു പക്ഷേ മാനവികതയെ എന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഏതാണ്ട് 300 കോടി ജനങ്ങളുള്ള ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മഹാത്മാഗാന്ധി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതൊരു ഡ്രീമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടിമത്തത്തിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കാനുള്ളൊരു ഡ്രീമിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കിയ ഇന്ത്യയുടെ 700 പേജുള്ള കോൺസ്റ്റിറ്റ്യൂഷന് വിഭാവനം ചെയ്യുന്നതും സമത്വവും നീതിയും എല്ലാവർക്കും സ്വാതന്ത്ര്യവുമാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്ത അമേരിക്കയിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യം വന്ന പിലിഗ്രിംസ് ബോട്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവർ അവർ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നതാണ്. ഒരാൾക്കും പുറകിലില്ലാത്തൊരു ഒന്നാംകിട രാജ്യം കെട്ടിപ്പടുക്കണമെന്നുള്ള സ്വപ്നമായിരുന്നു. അതിൻ്റെ സാക്ഷാത്കാരമായിരുന്നു അമേരിക്ക. ഗാന്ധിജിയുടെ പഠിത്തങ്ങളിൽ ഗാന്ധിജിയുടെ തത്വങ്ങളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹം തൻ്റെ നിറക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് അവർക്ക് വോട്ടവകാശം കിട്ടുവാനായിട്ട് അവരുടെ സിവിൽ റൈറ്റ്സിന് വേണ്ടി അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ സ്വപ്നം അത് ഈ മാനവ രാശി നിലനിൽക്കുന്ന അത്രയും കാലം മുന്നോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിൽ വസിക്കുന്ന വ്യക്തികളും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ളൊരു സ്വപ്നത്തെയാണ് പിന്തുടരേണ്ടത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടേതായ കോൺട്രിബ്യൂഷൻ നടത്തുവാനും കഴിയും. ഇന്ന് ഈ ഏതാണ്ട് ബാൾട്ടിമോറിലെ 300ഓളം വരുന്ന കുടുംബാംഗങ്ങളുടെ സംഘചേതനയായി കൈരളിയുടെ ഓണാഘോഷത്തിന് ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇന്ന് അമേരിക്കയിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 300,000ഓളം വരുന്ന മലയാളികളെക്കുറിച്ചുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാം 60കളിലെ ഏതാണ്ട് 22 തുടങ്ങി 25 ദിവസം കപ്പലിൽ യാത്ര ചെയ്താണ് ആദ്യ മലയാളികളായ വാഷിംഗ്ടൺ ആദ്യ മലയാളികളായ തോമസ് പോൾ മേച്ചേരി കുന്നേലും വർക്കി കതറക്കിലൊക്കെ എത്തിയത്. അവരാരും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയിൽ നിന്നോ ഒരു ഏകാധിപതിയിൽ നിന്ന് രക്ഷപ്പെടുവാനോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒളിച്ചോടിയവർ കേരളത്തിലെ ഏറ്റവും സാമ്പത്തിക ബുദ്ധിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരത്രയും കഷ്ടപ്പെട്ട് അമേരിക്കയിൽ വന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട്. 60കളിലും 70കളിലും വന്ന മലയാളികൾ അവർ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 80-90കളുമായപ്പോൾ ആ മലയാളികൾ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിമുകളും അറിയപ്പെടുവാൻ നമ്മൾ 90-ഉം 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേക്കും വന്നപ്പോൾ അത് വീണ്ടും വിഭജിച്ച് സീറോ മലബാർ, നാനയ കത്തോലിക്കർ, മലങ്കര കത്തോലിക്കർ, നായർ, ഈഴവർ, മാപ്പിള മുസ്ലിം നമ്മളിങ്ങനെ വീണ്ടും വിഭജിക്കുന്നു. ഇന്ന് നമ്മൾ കേരള സമൂഹത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള 300,000ഓളം വരുന്ന മലയാളികൾക്കിടയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ ഇത്രമാത്രം വിഭജിക്കപ്പെട്ട വേറൊരു ഇമിഗ്രൻ്റ് സമൂഹമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഓണം നൽകുന്ന സന്ദേശം ആ മലയാളികളുടെ ഒരുമ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾക്ക് ഒരു വേദി ഒരുക്കുന്നത് കേരള യൂത്ത് ബാൾട്ടിമോറിനെ പോലുള്ള മലയാളി അസോസിയേഷനുകളും പോക്കാന ഫോമ തുടങ്ങിയ ദേശീയ സംഘടനകളുമാണ്. നമുക്കറിയാം കാലകാലങ്ങളിൽ ഈ സംഘടനകളുടെ പ്രസിഡന്റുമാരോട് അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നവരോടെല്ലാം നമ്മൾക്ക് ചിലപ്പോൾ യോജിപ്പുണ്ടാകണമെന്നില്ല. പക്ഷേ ഈ സംഘടനകൾ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരുമയാണ്. അപ്പോൾ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള വിവിധ സംഘടനകളുടെ മെമ്പേഴ്സൊക്കെ ആവുമ്പോൾ തന്നെ നമ്മളെ എല്ലാവരെയും ജാതി മത വർണ്ണ കുലവർഗ ചിന്തകളില്ലാതെ ഏകമലയാളുടെ ഭാവത്തിൽ ഒന്നിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എൻ്റെ ആ സ്വപ്നം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഓണ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സ്വപ്നം ഇന്ന് ഞാൻ ഇവിടെ ഈ സന്നിഹിതരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നവരാണ്. കേരളത്തിലെ വളരെ പ്രശസ്തമായ അവാർഡുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്.
നമുക്കെല്ലാവർക്കും നല്ല വീടും മെച്ചപ്പെട്ട ജോലി. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു കുടുംബത്തിന്റെ വരുമാനം തന്നെ 6 figures 100,000 മുകളിലുള്ളവരാണ്. നമുക്ക് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലികളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഈ സ്വന്തം മലയാളി സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് എന്തിൻ്റെ ഒരു കുറവുണ്ടല്ലോ. നമ്മൾ ഓരോ ദിവസവും മലയാളി സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ പറയുന്നത് തെറ്റാകാംക്ഷ, നമ്മൾ കൂടുതൽ ഒരു മലയാളിലേക്ക് ഒതുങ്ങുന്ന ഒരു സങ്കുചിതമായ ചിന്തയോടുകൂടി ഒരു മലയാളിത്വത്തിലേക്ക് അല്ലെങ്കിൽ മലയാളിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നമ്മുടെ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം നമ്മളെ മലയാളിയും നമ്മുടെ ട്രഡീഷനും ഇതെല്ലാം കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും ഒരു ഭാഗമായി നമ്മൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ആക്സെൻറ്റ്, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ആൻസസ്ട്രി അത് നമുക്ക് നൽകുന്ന അവകാശത ബോധമോ നമ്മുടെ ആക്സെൻ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം മുഖ്യധാരയുടെ ഭാഗമാകുവാനായിട്ട്. ഇതിനേറെ പറയും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാകാതെ മലയാളിയായി മാത്രം നമ്മൾ പലരും ഇരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സെൻ്റ്, ഈ ആൻസസ്ട്രി അല്ലെങ്കിൽ ഈ അപ്പിയറൻസ് നമുക്കൊരു നേട്ടം മനസ്സിലാക്കും. നമ്മൾ ഇന്ന് എന്തിനെയാണ് ഭയപ്പെടേണ്ടതുള്ളത്? ഇന്ത്യൻ അമേരിക്കൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്നത്. ശ്രീ ജോസ് കുട്ടി സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 28 ഈയിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യൂയോർക്കിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയറിൽ വരവേൽക്കാനായിട്ട് അമേരിക്ക ഒരുങ്ങുന്നു, ഇന്ത്യൻ അമേരിക്കൻസ് ഒരുങ്ങുന്നു. ഇതുവരെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെ നേതാവിനും ലഭിക്കാത്ത വൻ വരവേൽപ്പിനാണ് മാഡിസൺ സ്ക്വയർ ഒരുങ്ങുന്നത്. നമ്മുടെ US കോൺഗ്രസ്സിൽ ഇന്ത്യൻ അമേരിക്കനായ ഡോക്ടർ അമി ബേർ, അദ്ദേഹം കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും, പ്രത്യേകിച്ച് ഹിസ്പാനിക് കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അമേരിക്കയിലെ 2 സംസ്ഥാനങ്ങളിൽ ലൂസിയാനയിൽ ബോബി ജിൻഡാളും സൗത്ത് കരോലിനയിൽ നിക്കി ഹേലിയും ഗവർണർമാരും അവർ 2 പേരും ഇന്ത്യൻ അമേരിക്കൻസാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ളൊരു സംസ്ഥാനത്താണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്, മേയർലാൻഡ്. ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സെർവ് ചെയ്യുന്ന കുമാർ ഭാരവിയും സാം അറോറയും അരുണാമുണ്ടും അവർ ഇന്ത്യൻ അമേരിക്കൻസ്. അപ്പം ഇവരുടെയൊക്കെ പോലെ നമുക്ക് ഈ മലയാളി ചട്ടവട്ടങ്ങളും മലയാളത്തിൽ നിന്നും അല്പം മാറി ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൻ്റെയും അമേരിക്കൻ സമൂഹത്തിൻ്റെയും ഭാഗമാകുവാനായിട്ട് നമുക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഞാനിതിനെ വിശകലനം ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആക്സെൻറ്റ് നമുക്കൊരു പ്രശ്നമായി നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വാക്കിലുള്ള, നമ്മുടെ സംസാരത്തിലുള്ള ആക്സെൻ്റ് അല്ല, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിലുള്ള ആക്സെൻ്റ് അതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. മലയാളി കൊച്ചു മലയാളി കൂട്ടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കാതെ ആ ആക്സെൻറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിന് നമുക്ക് ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് നമുക്ക് നൽകാനുള്ള സന്ദേശം, നമ്മുടെ ഈ മലയാളി ഒരുപാട് ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിലുള്ള എല്ലാ വിഭജനങ്ങളും അവസാനിപ്പിച്ച് ഒറ്റ മലയാളിയെ നമുക്ക് മുന്നേറാം. അതുപോലെ നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്സെൻ്റ് ഉണ്ടാകാതിരിക്കട്ടെ. ഈ നമുക്ക് അമേരിക്കൻ രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു ഭാഗമായി തീരുവാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ ഇവിടെ വിളിച്ച് ഈ സംഘടനയുടെ ഭാരവാഹികൾക്ക് നന്ദി പറയുകയും എന്നെ ഇത്രയും നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഏവരോടും ഒരിക്കൽ കൂടെ നന്ദിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും തിരുവോണത്തിൻ്റെ നല്ല ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. നിങ്ങൾക്കറിയാം, ഓണം കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവമാണ്. അതിനോട് അനുബന്ധിച്ച് നമ്മളിവിടെ കൈരളി പാടുമ്പോൾ, ഇവിടെ ഓണാഘോഷം നടത്തുമ്പോൾ ഒരു സുവനീർ പ്രകാശിപ്പിക്കാറുണ്ട്. അതിലേക്കായി അതിൻ്റെ ചെയറാക്കി എനിക്കൊരു അവസരം തന്ന പ്രസിഡന്റ്, മറ്റുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ആദ്യമേ ഞാൻ നന്ദിയോട് സ്മരിക്കുന്നു. പിന്നെ അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇത് ഒരാളുടെ മാത്രം ഒരു വർക്കല്ല, ഇതൊരു കൂട്ടായ ഒരു വർക്കാണ്. അതിലുപരിയായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നോട് എല്ലാ ദിവസവും ഓരോ പേജും ഈവൻ ഓരോ വീട് പോലിനെ കുറിച്ചും കറക്ഷൻസും കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്ന
ശ്രീ സത്യനാഥ് തോപ്പിലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ശ്രീ ജോസൂട്ടി തോമസിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇതൊരു കമ്മിറ്റി ഉണ്ട് ഇതിന്. ആ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഏരിയ എങ്കിൽ തന്നെയും ശ്രീ ജെയിൻ മാത്യു, അനിൽ റോഷൻ, റഹ്മാൻ ഖാൻ, ടിസൺ തോമസ്, ശ്രീ രാജൻ ചേട്ടൻ, ബിജോ ജോസ്, ഇവരെല്ലാം ഞാൻ ക്ഷണിച്ചു കൊടുക്കും. നമുക്കറിയാം, ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. അതോടൊപ്പം തന്നെ ഇതിന് നമുക്കിത് ചെയ്തു വരുന്നതിന് കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാ സ്പോൺസേഴ്സിനെയും ആഴ്ത്തന്നും ഫോട്ടോ തന്നും സഹകരിച്ചവരോടും എല്ലാവരും ഞാൻ ഇതിർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാതെ എൻ്റെ കൂടെ എന്നോട് എല്ലാ ദിവസവും ഫോൺ ചെയ്ത് ചോദിക്കും, എന്തായി ഇതിൻ്റെ പ്രോഗ്രസ് എന്തായി എന്ന് ചോദിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ശ്രീ രാജൻ ചേട്ടൻ, മറ്റുള്ള കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരോടും ഞാൻ ഇത്തരത്തിൽ അതിയായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ശ്രീ രാജൻ ചേട്ടൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. നാസർ കമ്മിറ്റി മെമ്പറാണ്, ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. പിന്നെ അതുകൂടാതെ പരസ്യം ഇത് മാത്രമല്ല, നമുക്ക് ഇതൊരു ബുക്കാക്കി എടുക്കുന്നതിന് വേണ്ടി ആർട്ടിക്കിൾസ്, പോയംസ്, മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്ത് ചിത്രരചന ഇതെല്ലാം ചെയ്ത് തന്നിട്ടുള്ള നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും, എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ രജിസ്ട്രേഷൻ മെമ്പേഴ്സും എല്ലാവരോടും ഞാൻ ഇത്തരം നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹ ആശംസകളോടുകൂടെ ഇത് പ്രകാശനം നടത്തുവാൻ എന്നെ അനുവദിക്കുന്നത് വിനീതമായി. ഒരിക്കൽ കൂടി ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾക്കും ഓണത്തിൻ്റെ ആശംസകൾ, അഭിവാദനങ്ങൾ. ഓണമായിട്ട് മലയാളിയെക്കുറിച്ച് രണ്ട് കുഴപ്പം പറയണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഞാനിവിടെ എത്തിയത്. അതൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, മലയാളിയുടെ മുഖമുദ്ര സ്വകാര്യ പരതയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഏതെങ്കിലും ഒരു സമൂഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും ഒന്നാം സ്ഥാനത്ത് മലയാളിയാണ്. ഞാനായി, എൻ്റെ ഭാര്യയായി, എൻ്റെ കുടുംബമായി, എൻ്റെ മക്കളായി, എൻ്റെ പണമായി, ഇതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കാൻ മലയാളിക്ക് ഇന്നും കഴിയുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഇതിന് ഒരപവാദമായിട്ട് കഴിഞ്ഞ 45 വർഷം മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിന് വരെ നിതാന്തമായ നിരന്തരമായ സേവനം അനുഷ്ഠിക്കുന്ന, അവരുടെ ഉന്നമനം കാക്ഷിക്കുന്ന വലിയ ഒരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സമയത്ത് എൻ്റെ ദൗത്യം. അദ്ദേഹം മറ്റാരുമല്ല, ഡോക്ടർ പാർത്ഥസാരഥി പിള്ള. 45 വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടണിലെത്തിയ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡിലെ ഒരു പ്രമുഖ അധ്യാപകനായിട്ട് ജോലി തുടങ്ങിയ സമയം തന്നെ അതോടൊപ്പം തുടങ്ങി സമൂഹത്തെ സേവിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഭഗവത്ഗീതയിൽ ഭഗവാൻ പാടിയ കർമ്മണ്യേ വാധികാരസ്ഥയെ മാ ഫലേഷു കഥാചന, കർമ്മം ചെയ്യുക നിന്റെ കടമയാണ്, ഫലം തരുന്നത് ഞാൻ, ജഗദ്നിയന്താവായ ജഗദീശ്വരനായി ഞാനാണ് നിനക്ക് ഫലം തരിക. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ 2-3 ദിവസം എടുത്തേക്കാം കാര്യങ്ങൾ പറയാൻ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കുകയാണ്. ആദ്യമായി അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങുന്നത് KJW എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിക്കൊണ്ടാണ്. ഇന്നും നമ്മുടെ ഈ ഭൂവിഭാഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളി സംഘടനയാണ് KJW. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയം,
അവിടെ കൂടെ നിന്നില്ല. ഇന്ത്യയെ സേവിക്കണം, ഇന്ത്യക്കാരെ സേവിക്കണം. അദ്ദേഹം മറ്റൊരു സംഘടനയ്ക്ക് ജന്മം നൽകി. FIA, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ഇൻ അമേരിക്ക. സജീവമായ പ്രവർത്തനം, യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ശക്തമായ നിരന്തരമായ പ്രവർത്തനം. അവിടെയും നിന്നില്ല. വീണ്ടും വരുന്നു NFIA, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് ഇൻ അമേരിക്ക. അവിടെ വീണ്ടും നിന്നില്ല. വീണ്ടും അദ്ദേഹം തുടങ്ങി. ഇഷ്ടംപോലെ മലയാളി സംഘടനകളുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. നമ്മൾ വലിയൊരു കൂട്ടുകുടുംബമായിട്ട് നമുക്ക് ജീവിക്കണം. ഓരോരുത്തരെയും നമുക്ക് കൈപിടിച്ചുയർത്തണം. അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഫൊക്കാന. ഇങ്ങനെ പ്രവർത്തന മേഖലകൾക്ക് പരിധിയില്ലാതെ, യാതൊരു രീതിയിലുള്ള പ്രതിഫല ഇച്ഛയുമില്ലാതെ സത്കർമ്മം ചെയ്യുന്ന നമ്മുടെ ഈ വിഭാഗത്തെ ഒരു വലിയ വ്യക്തി. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഭാരത സർക്കാർ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അനേക വർഷങ്ങളുടെ പരിഗണനയ്ക്ക് ശേഷം, പഠനത്തിന് ശേഷം, ഗവേഷണത്തിന് ശേഷം ഭാരത സർക്കാർ വളരെ അപൂർവമായി നൽകുന്ന മഹത്തായ ഒരു പുരസ്കാരം നൽകി അദ്ദേഹത്തെ ഭാരത ഗവൺമെന്റ് ആദരിച്ചു. പ്രവാസി ഭാരതീയ സമ്മാൻ. ഇന്ത്യയുടെ രാഷ്ട്രപതി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് വളരെ പ്രഗത്ഭരും പ്രശസ്തനുമായ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തെ രാഷ്ട്രപതി ആദരിച്ചു. തീർച്ചയായിട്ടും നമുക്കും വളരെയേറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ മലയാളി കൂട്ടായ്മയായ കൈരളി അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തിന് നമോവാകം ചെയ്യുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ സ്നേഹത്തിന്റെ ഒരു പൂത്തിരി കത്തിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയുണ്ട്. ഈ വേദിയിലേക്ക് ഞാൻ വളരെ അഭിമാനപൂർവ്വം, അസൂയാപൂർവ്വം, അഹങ്കാരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഡോക്ടർ പാർത്ഥസാരഥി പിള്ളയെ. അദ്ദേഹത്തിന് ഒരു ഫലകം സമ്മാനിക്കുന്നതിന് വേണ്ടി കൈരളിയുടെ പ്രസിഡന്റ് ശ്രീ രാജൻ മത്തായിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വപ്നം തീർന്നില്ല. ഇപ്പൊ പുതിയ ഒരു പദ്ധതിയുടെ പണിപ്പുരയിലാണ് അദ്ദേഹം. ലോകത്തിന്റെ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ ഇന്ത്യ സെന്റർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പടുത്തുയർത്താൻ അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിനയത്തെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പാർത്ഥസാരഥി പിള്ള എന്നായിരുന്നു. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ പാർത്ഥന്റെ സാരഥി, അതായത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവമല്ല, ഞാനൊരു മനുഷ്യനാണ്, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് മാറ്റുകയാണ് പാർത്ഥൻ. ധർമ്മത്തിന് വേണ്ടി എന്നും യുദ്ധം ചെയ്യുന്ന അർജുനന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ലാളിത്യത്തിന്റെ മകുടോദാഹരണമായി മാറിയിരിക്കുന്ന ഡോക്ടർ പാർത്ഥസാരഥി പിള്ളയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. കേരള സംഘത്തെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൈരളി കുടുംബാംഗങ്ങളെ, ഞാൻ ഈ കൈരളിയിലെ മെമ്പറായിട്ട് 1984 മുതൽ ഞാൻ ഇതിൻ്റെ മെമ്പറാണ്. മിക്കവാറും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുമുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുകയാണെങ്കിലും അതിൽ കൈരളിയിലെ അംഗങ്ങൾ ആത്മാർത്ഥമായും സ്നേഹപൂർവ്വവും പങ്കെടുക്കാറുണ്ട്. എനിക്ക് എല്ലാവരുടെയും നന്ദിയും സ്നേഹവും എൻ്റെ സ്നേഹവും നിങ്ങളോട് അർപ്പിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം മറ്റ് പലരും കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ ഞാൻ എൻ്റെ ജോലികൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ജോലി റിട്ടയർ ചെയ്തു. മറ്റ് ജനറലായിട്ടുള്ള അസോസിയേഷനിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടില്ലെങ്കിലും തന്നെ കൂടുതലായിട്ട് ഞാൻ എൻ്റെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് ഒരു ഇന്ത്യ കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്.
അതിന് ഇന്ത്യ കമ്മ്യൂണിറ്റി സെന്റർ വാഷിംഗ്ടണിലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഹെൽപ്പും എല്ലാം ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഏതെങ്കിലും കാര്യം ഒന്നിച്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ആവശ്യമാണ്. അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ഉള്ള താല്പര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ള സഹകരണവും സ്നേഹവും അതുപോലെ തന്നെ അതിനുള്ള ഹെൽപ്പും നിങ്ങളിൽ നിന്നുണ്ടാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. മിസ്റ്റർ തോമസ് ജോസ് ആണ്. ജോസ് കുട്ടിക്ക് പ്രത്യേകമായ ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ബാൽട്ടിമോർ കമ്മ്യൂണിറ്റിയിലും കൈരളിയിലും വളരെയേറെ വർഷങ്ങളായി ആക്റ്റീവായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജോസ് കുട്ടി. He is being recognized today for his long-lasting service, his contribution towards the introduction of motor program to Kairali, and his work towards getting a tax-exempt status to Kairali last year. I invite President Mr. Raju Matai to come to the stage and honor him. Thank you for recognizing that I love to work for the community. ഞാൻ ഈ വെട്ടിക്കൊള്ളായിരുന്ന എല്ലാ കാലവും സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ചില വർഷങ്ങളിൽ എൻ്റെ അസൈൻമെൻറ്റ് സ്റ്റേജിലാണെങ്കിലും വേറെ ചില വർഷങ്ങളിൽ എൻ്റെ അസൈൻമെൻറ്റ് കിച്ചണിലാണ്. ഒരേ സന്തോഷത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ അത് പറയാനല്ല ഞാൻ മൈക്കിനടുത്തേക്ക് വന്നത്. ഈ മോട്ട പ്രോഗ്രാം സിറ്റിക്ക്, ബട്ടിമോർ സിറ്റിക്ക് ഈ മൈനോറിറ്റി ഗ്രൂപ്പിനെ ഹെൽത്ത് ഇഷ്യൂസിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ഗ്രാൻഡ് പരിപാടി ഉണ്ടായെന്ന് മനസ്സിലാക്കിയപ്പോൾ കൈരളിയിൽ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൈരളി കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ആ തുക ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് അത് ലഭിക്കുന്നത്. നിങ്ങൾ ആ പേപ്പറിൽ അവിടെ സൈൻ ചെയ്യുന്നതോടുകൂടിയാണ് നമ്മൾ അതിന് അർഹതയാകുന്നത്. പക്ഷേ ഈ പ്രോഗ്രാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ തന്നെ നമുക്ക് ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക് ലോട്ട് ഓഫ് വർക്ക് ആ പേപ്പർ വർക്ക് എന്നോടൊപ്പം ചെയ്യുന്നത് ഒന്ന് രണ്ട് പേര് ഇവിടെ ഇപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അൽഫോൻസ റഹ്മാനും ഷീബ അലോഷ്യസും ഒക്കെയാണ്. അപ്പോൾ അവരോടുള്ള നന്ദി പറയാതെ ഞാനിത് സ്വീകരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ റിയലി അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ രണ്ട് മഹനീയ വ്യക്തികളെ, ആ മഹതികളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സ്വീകരിക്കുന്നു. താങ്ക് യു. Thank you, Goshada. Happy Onam to one and all. For us, dance is not just a form of expression of one's feelings. For us, dance is a symbol of our cultural identity. 80% of all female children in our community are involved in some form of dancing, classical, folk, or Bollywood. This year, 3 of our very own children of Kairali of Baltimore had the opportunity to celebrate their dance graduation or Arangetam. I would now like to invite the President of Kairali and Honorable Chief Guest, Mr. Binoy Thomas, to recognize our dance graduates. First on my list is Amanda Abraham, daughter of Soli and Rajan Abraham. She completed her Bharatanatyam Arangetam after 12 years of rigorous practice under the guidance of Srimati Janaki Shivaraman. She has participated in several dance programs for Kairali, KCS, KGW, Hope for Humanity, Tamil Sangam, American Tamil Medical Association. In May of 2014, Amanda graduated from Notre Dame Preparatory School in Towson, Maryland.
She is currently attending George Washington University and is therefore not able to join us today. I invite Amanda's sister Brianna to accept the honor. Please give her a big hand. Monica Pervatam, daughter of Mr. Thomas and Mrs. Judy Pervatam. Monica began dancing at the age of 6 under the tutelage of Srimati Revati Kumar. Monica has graduated as a valedictorian from the Catholic High School of Baltimore. In addition to dance, she has been playing violin for the past 12 years and is a part of Maryland Youth Symphony Orchestra. Monica is currently attending Washington University at St. Louis, where she plans to major in molecular biology. I invite her sister Sarah to accept the honor for Monica today. Still award? Yeah, fries, boiling over there. Sarah Pervatam, also daughter of Mr. Thomas and Mrs. Judy Pervatam, began dancing at the age of 4 under the tutelage of her guru Srimati Revati Kumar. Sarah is currently a junior at Catholic High School of Baltimore. Besides dance, she is a member of various clubs, vice president of student council, and a member of volleyball team. Sarah Pervatam.